ഓൺലൈനിൽ കണ്ടുമുട്ടി ചാറ്റിങ്ങിനൊടുവിൽ വിവാഹത്തിലേക്ക്. കല്യാണപ്പന്തലിൽ ചെക്കനെ കണ്ട വധു ഞെട്ടി. വിവാഹത്തിൽ നിന്നും പിന്മാറി, ഒടുവിൽ കൂട്ടത്തല്ല്. ഉത്തർപ്രദേശിലെ ഹാർദോയി എന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ്. ദേവേന്ദ്ര സിംഗ് പരിമാർ എന്ന 23-കാരനാണ് ആ കല്യാണച്ചക്കൻ. മധ്യപ്രദേശ് സ്വദേശിയാണ് അവൻ. യുവതി പ്രിയ എന്ന അഭിഭാഷകയാണ്. ഓൺലൈനിലാണ് ഇവർ പരിചയപ്പെടുന്നത്. ആ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയപ്പെടൽ പിന്നീട് പ്രണയത്തിലായി. ഏറ്റവും ഒടുവിൽ ആ പ്രണയത്തിലായ ആളെ വിവാഹവേദിയിലെത്തിയപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു വധുവിന്റെ നിലപാട്. ഓൺലൈനിൽ കണ്ടപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. താൻ പ്രണയിച്ചയാൾ ഇതല്ല എന്ന് വധു തീർത്തും ഉറപ്പിച്ചു പറഞ്ഞതോടുകൂടി ആ വിവാഹവേദിയിലാകെ സംഘർഷാവസ്ഥയായി. പിന്നീട് രണ്ടു കൂട്ടരും തമ്മിൽ കൂട്ടത്തല്ലായി. ഈ ജിതേന്ദ്ര പരിമറുമായി ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇവർ പരിചയപ്പെടുന്നത്. ആ പെൺകുട്ടി പറയുന്നു, ഞാൻ പ്രണയിച്ച ആള് അത് വേറൊരാളാണ്, ഈ പയ്യനല്ല എന്ന്. कल हमारी शादी थी 12 तारीख। जिस लड़के से हमारी चैटिंग बातचीत चलती थी उसका नाम राहुल मिश्रा था। वो पुलवामा कश्मीर में पोस्टिंग सेना में बता रहा था। जो आज कल के लिए लड़का आया था वो देवेंद्र परमार था और हमारे साथ शादी के लिए धोखाधड़ी हुई। കുറെ കാലങ്ങൾ ഇവർ സംസാരിച്ചു. അതിനുശേഷമാണ് രണ്ടുപേരും പ്രണയിക്കുന്നത് പോലും. വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഇവർ ബന്ധുക്കളെ കാര്യങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെ മെയ് 12-ന് വിവാഹം തീരുമാനിച്ചു. ഈ വിവാഹവേദിയിലേക്ക് ഈ വരൻ എത്തിയപ്പോഴാണ് ഓൺലൈനിൽ സംസാരിച്ചിരുന്ന ആളല്ല വരനായി എത്തിയിരിക്കുന്നത് എന്ന് വധു ആരോപണമായി എത്തിയത്. എന്നാൽ അവൻ പറയുന്നത് മറ്റൊന്നാണ്. ഞാനും ഈ പ്രിയ എന്ന പെൺകുട്ടിയും തമ്മിൽ ഏതാണ്ട് 4 മാസമായി പ്രണയത്തിലായിരുന്നുവെന്നും വീട്ടുകാരോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിവാഹം കഴിക്കാനായി ബന്ധുക്കളെ കൂട്ടി താൻ എത്തുകയായിരുന്നുവെന്നും ഈ ദേവേന്ദ്ര പറയുന്നു. 4-5 महीने पहले हम लोगों को एक फ़ोन कॉल के जरिए प्यार हुआ था। कंटिन्यू संपर्क में थे। इसके बाद इनकी बहन ने बोला कि नहीं, प्रिया ने ही बोला कि मैं अपने दीदी और जीजू से परेशान हूँ। ये लोग प्रॉपर्टी को लेकर कंटिन्यू परेशान करते हैं। और फिर इसके बाद हमारी दीदी से भी बात होने लगी, अंकिता से। बातचीत होने के बाद इन लोगों ने शादी का बोल दिया। फिर परसों बोला हमसे कि यहाँ पर हमारे घर हल्दी कार्यक्रम है, कल आप लोग आ जाओ। कल हम लोग यहाँ पर आए। यहाँ पर आने के बाद ये रिजवान होटल में स्वागत किया गया, पानी आने पिलाया गया। इसके बाद आधा घंटे बैठने के बावजूद जब हम लोग उनके घर पहुँचे तो फिर वहाँ पर हमारे साथ हमारे साथ बात गई। किस बात के लिए? ये अभी कोई क्लियर नहीं हुआ कि उन्होंने क्यों। कितने लोग शादी बारात लेके आए थे? 13-14 लोग थे। 13 लोग। जो लापता है वो क्या नाम उनका? बूढ़े राजा, भैयन राजा और भूरे पटेल. രാഹുൽ മിശ്ര എന്ന യുവാവുമായിട്ടാണ് താൻ സംസാരിച്ചിരുന്നത് എന്നാണ് യുവതി അവകാശപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ദേവേന്ദ്ര പരിനിമർ എന്നാണ്. പക്ഷേ രാഹുൽ മിശ്ര എന്ന ആളുമായി താൻ സംസാരിച്ചിരുന്നു, പ്രണയത്തിലായിരുന്നു എന്നൊക്കെ പെൺകുട്ടി സമ്മതിക്കുന്നുമുണ്ട്. ആ രാഹുൽ മിശ്ര പുൽവാമയിൽ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ആളാണെന്നാണ് തന്നോട് പറഞ്ഞിരുന്നതെന്നും വധു പറയുന്നു. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ വന്നതോടുകൂടി വധുവിന്റെ ബന്ധുക്കൾ ഈ വരനെയും സംഘത്തെയും ആക്രമിക്കാൻ തുടങ്ങുകയായിരുന്നു. മധ്യപ്രദേശിലെത്തിയ വരന്റെ വീട്ടുകാർക്ക് വേണ്ടി ഹോട്ടലിൽ റൂമൊക്കെ ബുക്ക് ചെയ്ത് കൊടുത്തിരുന്നു യുവതിയും വീട്ടുകാരും. ഹോട്ടലിൽ നിന്ന് ആഘോഷമായി ഒരു ഘോഷയാത്ര പോലെ, ബാരാത്ത് എന്ന് പറയില്ല, അതുപോലെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇവർ എത്തി. വരനെ കണ്ടതോടുകൂടിയാണ് പ്രശ്നം തുടങ്ങുന്നത്. एक युवक जिनका नाम राहुल है, जिनसे बात होती थी, वो अपने आप को भोपाल का रहने वाला बता रहा था। उक्त बातचीत के संबंध पर दोनों के परिवार के मध्य वैवाहिक रिश्ते तय हुए और उक्त व्यक्ति के द्वारा बारात को लाया गया। लेकिन बारात आने पर उक्त महिला के द्वारा दूल्हे को पहचानने से इनकार कर दिया गया। उनका कहना है कि ये वो व्यक्ति नहीं है जिनसे बात हो रही थी। और दूल्हे के द्वारा बताया गया कि मेरा नाम देवेंद्र है और मैं उक्त राहुल को नहीं जानता हूँ। उक्त मामले में प्राप्त प्रार्थना पत्र के आधार पर अभियोग पंजीकृत कर अग्रेतर वैधानिक कार्रवाई सुनिश्चित की जा रही है। इस मामले में लगभग 9 लोगों को हिरासत में लेकर पूछताछ की जा रही है। ഈ വധു കല്യാണത്തിൽ നിന്നും പിന്മാറിയതോടെ ഉണ്ടായ കൂട്ടത്തല്ലിൽ ഏതാണ്ട് 13 പേർക്കാണ് പരിക്കേറ്റത്.
വരനും പരിക്കേറ്റു. ദേവേന്ദ്ര സിംഗ് പരീമറിനും. ദേവേന്ദ്ര സിംഗ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മധുവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് 9 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.